ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തിലെ ദൈവം എന്നറിയപ്പെടുന്നത് അർജൻറ്റീനയിലെ ഡിയാഗോ മറഡോണയാണ്. അദ്ദേഹത്തിൻ്റെ കളികളിൽ ഏറ്റവും പ്രസിദ്ധമായ ഗോളടിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് ദൈവത്തിൻ്റെ കൈയായിരുന്നു. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് എനിക്ക് ഫുട്ബോൾ കളിയിൽ വിജയിക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം, സത്യത്തിൽ അന്നടിച്ചത് ഹാൻഡ്ബോളായിരുന്നു, റെഫറി കണ്ടില്ലെന്ന് മാത്രം. ഈശ്വരനും ഭക്തനും ഗോൾഫ് കളിക്കാൻ ഇറങ്ങി. ഈശ്വരൻ അടിച്ച പന്ത് അകലേക്ക് പാഞ്ഞു. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന മുയൽ ആ പന്തുമെടുത്ത് ഓടി. ഒരു പരുന്ത് മുയലിനെ റാഞ്ചി പറന്നു. അധികം പറക്കും മുമ്പേ വേട്ടക്കാരൻ പരുന്തിന് വെടിവെച്ചു. പരുന്തിൻ്റെ പിടിയിൽ നിന്നും സ്വതന്ത്രനായ മുയൽ താഴേക്ക് വീണു. മുയലിൻ്റെ വായിലിരുന്ന പന്ത് ഉരുണ്ടുരുണ്ട് കൃത്യമായി കളിക്കളത്തിലെത്തി ഗോൾഫ് ഹോളിൽ വീഴുകയും ചെയ്തു. ഭക്തൻ ചോദിച്ചു, അങ്ങ് ഗോൾഫ് കളിക്കുകയാണോ അതോ അത്ഭുതം കാട്ടി എന്നെ വിഡ്ഢിയാക്കുകയാണോ? ദൈവം തിരിച്ചു ചോദിച്ചു, നിന്റെ ജീവിതം എങ്ങനെയാണ്? സ്വയം കളിയാക്കുകയാണോ അത്ഭുതങ്ങൾക്കായി കാത്തിരുന്ന് വിഡ്ഢിയാവുകയാണോ? കളിക്കളത്തിൽ നടക്കേണ്ടത് കളിയാണ്, തത്സമയ പോരാട്ടം. മുൻകൂട്ടിയുള്ള പദ്ധതികളും തന്ത്രങ്ങളും മത്സര സമയത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായി മാത്രമേ ഫലപ്രദമാകൂ. ഓരോ കളിയും വ്യത്യസ്തമാണ്. ഒരേ കളി 100 തവണ കളിച്ചാലും അവ എതിരാളിയുടെ ശൈലി കൊണ്ടും സ്വന്തം പ്രകടന മികവ് കൊണ്ടും 100 വ്യത്യസ്തമായ കളിയായിരിക്കും. അവ നൽകുന്ന പാഠങ്ങളും അനുഭവങ്ങളും താരതമ്യ പഠനത്തിന് പോലും സാധ്യമല്ലാത്തതാകാം. ക്രമവിരുദ്ധമായും അപ്രതീക്ഷിതമായും സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള സമീപനമാണ് ഒരാളുടെ മാനസിക വളർച്ചയും പ്രതികരണ മനോഭാവവും വ്യക്തമാക്കുന്നത്. അത്ഭുതങ്ങൾക്ക് പിന്നാലെയുള്ള പരക്കം പാച്ചിലും അവ സംഭവിക്കാതെ വരുമ്പോഴുള്ള നിരാശയുമാണ് മറ്റേത് ദുരവസ്ഥയേക്കാളും ദയനീയം. എല്ലാം പ്രതീക്ഷകൾക്കനുസരിച്ച് നടക്കണമെന്ന് വാശി പിടിക്കുന്നവർ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കും. എന്തും നേരിടാനുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്നവർ സ്വയം അത്ഭുതമായി തീരും. അതിജീവിതത്തിനും പുനഃസൃഷ്ടിക്കുമുള്ള കരുത്ത് ഉള്ളിൽ നിക്ഷേപിച്ചിട്ടാണ് ഓരോ വ്യക്തിയും ജന്മമെടുക്കുന്നത്. അവയെ അവഗണിക്കുന്നവരും അവഹേളിക്കുന്നവരുമാണ് നിസ്സഹായതയിൽ അഭയം പ്രാപിക്കുന്നത്.